വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കാൻ സാധ്യത. കേസ് ഡയറി സമർപ്പിക്കാൻ പോലീസ് കൂടുതൽ സമയം ആവശ്യപ്പെട്ടേക്കും. വടകര ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് റിപ്പോർട്ട് നൽകുക. സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത് ആരെന്ന് കണ്ടെത്താൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ദിസ്ന സുരേഷ് ചേരുന്നു വിവരങ്ങളുമായി. ദിസ്ന, അപ്പോൾ എന്താണ് ഈ അന്വേഷണ പുരോഗതി റിപ്പോർട്ടിൽ ഉണ്ടാവുക? ഈ ആരെയും ഇതുവരെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറെ ചർച്ച ചെയ്തതായിരുന്നു കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ പുരോഗതി റിപ്പോർട്ടാണ് ഇന്ന് പോലീസ് വടകര ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിക്കുക എന്ന് തന്നെയാണ് നമുക്ക് നിലവിൽ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ ഡയറി സമർപ്പിക്കുന്ന സംഭവവുമായി ബന്ധപ്പെട്ട അതിൽ താമസമുണ്ടാവും എന്ന് തന്നെയാണ്. അതിന് സാവകാശം പോലീസ് ചോദിക്കുമെന്നാണ് നമുക്ക് നിലവിൽ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത് ആരെ എന്ന സംഭവവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒരു വ്യക്തത വരാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. അന്വേഷണം അട്ടിമറിക്കാനുള്ള ഒരു ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് നടന്നത് എന്ന് കോൺഗ്രസ് അടക്കം ഉന്നയിച്ചിരുന്നു. വലിയൊരു രീതിയിലുള്ള പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഹൈക്കോടതിയുടെ തന്നെ നിരീക്ഷണം ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഇന്ന് വടകര ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ പോലീസ് സമർപ്പിക്കുക എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. വീണ. ശരി ദിസ്ന, വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിലാണ് അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കാൻ സാധ്യത എന്ന് ദിസ്ന റിപ്പോർട്ട് ചെയ്യുന്നു. അത് സമർപ്പിക്കുമ്പോഴേക്കും അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് തിരിച്ചു വരാം.